ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത്. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ തുടങ്ങിയ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർ 50 ലക്ഷത്തോളം പേരുണ്ട്. ഓരോ മാസവും 1600 രൂപ വീതം നൽകുവാനായി സർക്കാരിന് 800 കോടിയോളം രൂപയാണ് വേണ്ടിവരുന്നത്. എന്നാൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലരുടെ പേരിലും അനർഹമായാണ് പെൻഷൻ നൽകുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ സാമൂഹിക പെൻഷൻ ഇനത്തിൽ മരണപ്പെട്ടവർ വാങ്ങിയത് 7,48,200 രൂപയോളമാണ്. വാർദ്ധക്യകാല പെൻഷൻ ഇനത്തിൽ മാത്രം മരിച്ചുപോയവർ 6,61,000 രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായത്. വിധവാ പെൻഷൻ 41,200 രൂപയും മരണപ്പെട്ടവർ വാങ്ങിയിട്ടുണ്ട്. കർഷക തൊഴിലാളി പെൻഷൻ 39,600 രൂപയും 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ളത് 1,600 രൂപയും ഭിന്നശേഷിക്കാർക്കുള്ളത് 4,800 രൂപയും മരണപ്പെട്ടവരുടെ പേരിൽ വാങ്ങിയിട്ടുണ്ട്. 2022-23 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം പുറത്തുവന്നത്. അനർഹമായി കൈപ്പറ്റിയ പെൻഷൻ തുക തിരിച്ചുപിടിച്ച് സർക്കാരിലേക്ക് മുതൽ കൂട്ടണമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട്. പെൻഷനർമാർ മരിച്ച മാസം വരെയുള്ള കുടിശ്ശിക മാത്രമേ അവകാശികൾക്ക് നൽകുവാൻ വ്യവസ്ഥയുള്ളൂവെങ്കിലും മരണത്തിന് ശേഷവും പെൻഷൻ നൽകിയത് അനധികൃതമാണ്. പെൻഷൻ കൈപ്പറ്റുന്നവർ മരിച്ച വിവരം യഥാസമയം ഡാറ്റാബേസിൽ നിന്നും ഒഴിവാക്കാത്തതിനാലാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. പെൻഷൻ വാങ്ങുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് യഥാസമയം ഉറപ്പാക്കാത്തതിനാൽ ഇത്തരത്തിൽ കൈമാറുവാൻ നീക്കിവച്ച 24,79,000 രൂപ ഓഡിറ്റിൽ തടഞ്ഞുവച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ വല്ലതും കൈപ്പറ്റുന്നവർ ശ്രദ്ധിക്കുക. ഓഡിറ്റിങ്ങിലൂടെയും ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള വിവിധ സർക്കാർ വകുപ്പുകളുടെ സെർവർ വഴിയുള്ള വിവരങ്ങളിലൂടെയും പിന്നീടാണെങ്കിലും ഇക്കാര്യം കണ്ടുപിടിക്കുന്നതും പിഴപ്പലിശയടക്കം ഈ തുക കൈപ്പറ്റിയവരിൽ നിന്ന് ഈടാക്കുന്നതും നിയമ നടപടികൾ നേരിടേണ്ടി വരുന്നതുമാണ്. അതിനിടെ മെയ് മാസത്തിൽ നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന 5 മാസത്തെ പെൻഷനിൽ ഡിസംബർ മാസത്തെ 1,600 രൂപ വിതരണം ചെയ്യുവാൻ സർക്കാർ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം കടമെടുക്കുന്നതിന് സംസ്ഥാനത്തിന് 37,000 കോടിയിലധികം രൂപയുടെ അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയെങ്കിലും ആ തുക കടമെടുക്കാമെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക അറിയിപ്പ് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. കടമെടുക്കുന്നതിനുള്ള ഔദ്യോഗിക അറിയിപ്പ് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ റിസർവ് ബാങ്ക് വഴി സംസ്ഥാന സർക്കാരിന് കടമെടുക്കാനാവൂ. ഇതിനായി കഴിഞ്ഞ ആഴ്ച തന്നെ സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കേന്ദ്രാനുമതി രേഖാമൂലം ലഭിച്ചാൽ മെയ് 31-നുള്ളിൽ തന്നെ 1 മാസത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ്.